അരികിൽ. രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. ചെറിയ ദേശത്തോടെ അവൾ അവിടെ നിന്നും അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും മനാഫ് അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. ജീവന്റെ കാര്യവും കരച്ചിലും പിഴിച്ചിലും അങ്ങനെ എല്ലാം കളഞ്ഞിട്ട് മറ്റൊരു കാര്യത്തെപ്പറ്റി വേണം ഇപ്പോൾ ആലോചിക്കേണ്ടത്. അറിയാം, കല്യാണമല്ലേ, മനസ്സുകൊണ്ട് ഒരിക്കലും ഞാനൊന്നും തയ്യാറല്ല. പക്ഷേ ഇവിടെ ഉള്ളവരെ എതിർക്കാൻ എനിക്ക് കഴിയില്ല. എന്ന് വെച്ചാൽ താൻ അവർ പറയുന്ന ആരെയായാലും കെട്ടാമെന്നാണോ? അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതും ചെയ്യും. എന്നാൽ പിന്നീടുള്ള ജീവിതം മറ്റൊരു ചോദ്യം. ഒരു വിവാഹത്തിന് ഞാൻ തയ്യാറായ അയാൾ എനിക്ക് എല്ലാം തുറന്നു പറയണം. സാറിൻ്റെയും ഡെബിയുടെയും കാര്യം ഉൾപ്പെടെ എല്ലാം അറിയുന്ന ഒരാൾ വന്നാലോ? ഞാൻ പറഞ്ഞ ചത്യ കുഞ്ഞാവിന് അന്നകുച്ചിൻ്റെ വയറ്റിലില്ല. വൈക പറഞ്ഞതനുസരിച്ച് അന്നയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആദ്യം. ഉമ്മ വെച്ച പാവുന്നാന്ന് പറഞ്ഞ ആജിമോനല്ലേ? ആനെ ആ എന്നോട് പഴയ ഷൂല് പാറ്റോ പറഞ്ഞേ. അന്ന് ഞാൻ കുഞ്ഞല്ലേ, അയോണ്ടാ വിശേഷിച്ച്. അമ്മ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞാലേ വാവ് ഉണ്ടാവുമെന്ന്. ആ കേടാർ അന്നെക്കുറിച്ച് ഞാൻ കല്യാണം കഴിച്ചില്ലല്ലോ, അപ്പൊ വാവില്ല, വയറും വീക്കൂല. സത്യം ആനെ, ഈ പച്ചുപ്പാന് സത്യം. അന്നക്കൊച്ചിന്റെ മുഖം തെളിഞ്ഞതും ആദ്യം ഒന്ന് ഉഷാറായി. ഈ കേരാനെ നമുക്ക് ഇടിച്ച് ചമ്മന്തി ആക്കാം. നോവിച്ചെൻ്റെ പാവല്ലേ, ആനോ എന്നെ പേപ്പിച്ച് വിരാം. ആയി മതി. പ്ലാൻ സെറ്റായ സന്തോഷത്തിൽ രണ്ടാളും പരസ്പരം കെട്ടിപ്പിടിച്ച് തുള്ളിച്ചാടി. എന്നാൽ ഇനി നടക്കാൻ പോകുന്ന അംഗം അറിയാതെ പുതിയ സ്കൂളും കൂട്ടുകാരെയും ഓർത്ത് ഒന്നല്ല രണ്ടുപേര് പത്തനംതിട്ടയിലേക്കുള്ള യാത്രയിലായിരുന്നു. മനാഫിന്റെ ചോദ്യം കേട്ടതും അവൾ കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. എല്ലാം അറിയുന്ന ഒരാൾ വന്നാൽ താൻ അയാളെ സ്വീകരിക്കുമോ? അതിനവൾ നല്ലൊരു പുഞ്ചിരിയാണ് പകരമായി നൽകിയത്. അതിലൊളിഞ്ഞിരുന്ന വേദന അവന് നന്നായി മനസ്സിലായി. എല്ലാം അറിയുന്ന ആളാണെങ്കിലും അറിയാത്ത ആളാണെങ്കിലും ഇപ്പം എനിക്ക് ഒരുപോലെയുള്ളൂ. എന്ന് വെച്ചാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് ഇതിനുള്ള മറുപടി തരാം. ആ ചോദിക്ക്. ഞാനൊരാളെ കല്യാണം കഴിച്ചാൽ മാത്രമേ ഇപ്പോൾ ഉള്ള പ്രശ്നം തീരുകയുള്ളൂ. അങ്ങനെ ചോദിച്ചാൽ ഡേവി ഒന്നും കാണാതെ പറയില്ലല്ലോ. അവൾ ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടതും അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. മാലിക് പറഞ്ഞറിഞ്ഞ പൂച്ചക്കുട്ടി റോസലിൻ തന്നെയാണ് താനെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കരുത്. ഇങ്ങനെ എല്ലാത്തിനും തളർന്ന അതിന് സമയം കാണും. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാനെന്തിനാ ഇപ്പോൾ വന്നതെന്നറിയൂ? എല്ലാവരും പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ വന്നതാവും, അല്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ. ഇത് രണ്ടിലെ ഏതെങ്കിലും ഒന്നാവും. എങ്കിൽ നിനക്ക് തെറ്റി. ഇതിന് രണ്ടിനുമല്ല ഞാനിപ്പോൾ വന്നത്. ഇവിടുത്തെ ആദ്യക്കുട്ടി ബ്രോക്കർ തനിക്കായി കണ്ടുപിടിച്ച ചെറുക്കനാ ഞാൻ. അതായത് ഈ പെണ്ണ് കാണുന്ന സമയത്ത് ചെറുക്കനും പെണ്ണും തമ്മിൽ സംസാരിക്കില്ലേ, അതാണിപ്പോൾ നടക്കുന്നത്. മനസ്സിലായോ? അവൾ പകച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടോ, ഇഷ്ടമായോ ചെറുക്കനെ? അതും കൂടി കിടന്ന് നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ കാണാതിരിക്കാനായി അവൾ പിന്തിരിഞ്ഞു നിന്നു. ജനാലിലൂടെ പുറത്തേക്ക് നോക്കി കിടക്കുകയാണ് ജീവൻ. പേരച്ചുവട്ടിൽ നിൽക്കുന്ന മനാഫിനെയും കീർത്തിയെയും അവൻ വ്യക്തമായി കാണാം. ഇത്രയും നേരം സംസാരിക്കാനായിട്ട് എന്താ അവർക്ക് രണ്ടാൾക്കും ഉള്ളത്? അവൻ പോലും അറിയാതെ ആ വാക്കുകൾ പുറത്തേക്ക് വന്നു. ജീവ പൈപ്പിലി വേനോ, നല്ല പുലിയാ. ഒരു പാത്രത്തിൽ പൈനാപ്പിൾ കട്ട് ചെയ്തതും കൊണ്ട് മുറിയിലേക്ക് വന്നതാണ് ആദി. ആ കൊഞ്ചിയുള്ള സംസാരമാണ് അവനെ പുറത്തു നിൽക്കുന്നവരിൽ നിന്നും ശ്രദ്ധ മാറ്റിയത്. ആഹാ, ഇതാരാ? എവിടെയായിരുന്നു ഇതുവരെ? എപ്പോഴും എൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് കാണാറില്ല. ഷോ പാരാതി പാരയില്ലേ, ഞാൻ എന്നെക്കുറിച്ച് ഒത്തിരി ബിസിയായി പോയോണ്ടല്ലേ. പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് എവിടെ? കൂടെ കാണേണ്ടതാണല്ലോ. അമ്മിൻ്റെ അറ്റുണ്ട് മൈലാഞ്ചി ഇരുവ. ഞാൻ മൈലാഞ്ചി ഇറ്റിയാ കണ്ടോ? സൂപ്പർ, സുന്ദരിമണി ആയിട്ടുണ്ട്. അച്ഛയുടെ പൊന്ന്. അച്ഛയോ? അപ്പോഴാണ് അവനും പറഞ്ഞു പോയ വാക്കിനെ പറ്റി ആലോചിക്കുന്നത്. മനസ്സിൽ വന്നത് അതേപോലെ പറഞ്ഞതാണ്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ഒന്ന് ക്ഷമിക്കെൻ്റെ കുഞ്ഞിപ്പെണ്ണെ. ആ തേക്കാലം ഞാൻ ക്ഷമിച്ചു. ഇപ്പയേ പൈനാപ്പിൾ കച്ചോ നല്ലയാ. മൈലാഞ്ചിയിട്ട കുഞ്ഞിക്കൈകൾ കൊണ്ടൊരു കഷ്ണം എടുത്ത് വായിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ആദ്യം പറഞ്ഞു. കൊള്ളാം. ആദ്യം കഴിച്ചായിരുന്നു? ഞാൻ കച്ചു. ഈ ജീവിച്ചും മഫാനും വേണ്ടി കൊഞ്ഞുകൊഞ്ഞാ. മഫാൻ എവിടെ പോയി? ദേ നിൽക്കുന്നു. കുറെ നേരം കൊണ്ട് രണ്ടും കൂടി സംസാരമാ. അത് കഴിഞ്ഞാലല്ലേ ഇവിടേക്ക് വരൂ. ഇത്രയും പറയാൻ എന്തിരിക്കുന്നെന്നാ എനിക്കറിയാത്തത്. ആദ്യം അപ്പോഴാണ് പേരമരച്ചുവട്ടിൽ നിൽക്കുന്നവരെ കാണുന്നത്. ഇവർ ലവ്വായോ? ജീവൻ പകച്ചുകൊണ്ട് ആദ്യം നോക്കി. ലവ്വോ? കുഞ്ഞു വായിൽ വലിയ വർത്താനം പറയുന്ന കാന്താരി. അവർ വേറെന്ത് സംസാരിക്കുവാ? ഇത് കേബിളിന്ന് പഠിക്കുന്നതാ. ഞാൻ സത്യ പഞ്ഞേ മഫാന് റോഷിനിന്റെ കല്യാണം കഴിച്ചാൽ പോവാ.
അവൾ പറഞ്ഞത് കേട്ടതും ജീവൻ കാര്യം മനസ്സിലാവാതെ ആദിയെ നോക്കി. അവന് കൊണ്ടുവന്ന പൈനാപ്പിൾ ചെറുതായി കടിച്ചുകൊണ്ട് ബെഡിലേക്ക് കയറിയിരുന്ന ആശാട്ടി. അതിൻ്റെല്ലോ ജോസിലാൻ്റെ കല്യാണം കഴിച്ചിന് ആരും ഇല്ലല്ലോ. പപ്പ അമ്മയെ കല്യാണം കഴിച്ചില്ലേ? ജോ പപ്പ മോലിമ്മയും അയോട് ഞാനാ പറഞ്ഞേ മഫാന് കല്യാണം കഴിച്ചാൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റോസിൽ നിന്നിട്ട് അതിന് സമ്മതിച്ചോ? അതിന് ആൻറ്റി അഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയത് മഫാൻ അതാ ജീപ്പ് പയ്യനെ. ജീവൻ എന്തുകൊണ്ടോ വാർത്ത ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവനൊന്നും മനസ്സിലായതുമില്ല. ഞാൻ ആദ്യം ജീവിയുടെ പേരെ പറയാൻ മഞ്ഞേ, പക്ഷെ ജീവിയും കല്യാണം കഴിച്ച ഞാൻ അപ്പൂപ്പൻ പറഞ്ഞല്ലോ. അയ മഫാനെ പറഞ്ഞേ. അവൻ ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കാതെ മുറ്റത്ത് നിൽക്കുന്നവരിലേക്ക് നോട്ടം തിരിച്ചു. റോസ്ലിൻ കരയുകയാണ്. മനാഫ് അവളോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജീവനവർ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വല്ലാത്ത ആഗ്രഹം തോന്നിപ്പോയി. അന്ന് ആദ്യമായി അവന് തൻ്റെ അവസ്ഥയോട് ദേഷ്യം തോന്നി. ഞാൻ പറഞ്ഞ വലിയ കേറ്റോ? അവൻ്റെ മുഖം പിടിച്ച് തൻ്റെ നേരെയാക്കി ആദ്യം ചോദിച്ചു. ഞാൻ കേട്ടില്ല. എന്താ മോള് പറഞ്ഞത്? ഓ ഷെറ്റിച്ചിന് ഇനി ഞാൻ പറയില്ല. ജീവിയുടെ ഭാര്യയുടെ പേരെന്തുവാ? ഉത്തരം പറയാനായി വന്നതും അവൻ്റെ ശ്രദ്ധ പിന്നെയും പുറത്തേക്ക് പോയി. മനാഫ് റോസിൻ്റെ തോളിലായി കൈവച്ചതും ജീവനത് ഇഷ്ടപ്പെടാത്തതുപോലെ മുഖം ചുളിച്ചു. ജീവ പേര് പറയേ. റോസ്ലിൻ പറഞ്ഞിട്ട് വീണ്ടും അവൻ വരെ നോക്കിക്കിടന്നു. എന്നാൽ ഇപ്പുറത്തിരുന്ന് ആദ്യം അവൻ്റെ ഉത്തരം കേട്ട് രണ്ട് കൈ കൊണ്ടും വാ പൊത്തിപ്പിടിച്ചാണ് ഇരിപ്പ്. യോ ആൻറ്റി എൻ്റെ ഭാര്യ? ആദിയുടെ വാക്കുകൾ കേട്ട് അവനും ഞെട്ടി. ആമിക്ക് പകരം റോസ്ലി എന്ന് പറഞ്ഞത് അവൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. തനിക്ക് പറ്റിയത് വലിയൊരു തെറ്റാണെന്ന് അവൻ അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. ആൻറ്റി എന്നെ നേരത്തെ എൻ്റെ പറയാഞ്ഞേ ആയോണ്ടല്ലേ ഞാൻ മഫാനോട് കല്യാണം കഴിച്ച പാഞ്ഞേ? അവളത് കാര്യമായി എടുത്തെന്ന് മനസ്സിലായതും ജീവൻ വല്ലാതെയായി. അയ്യോ എനിക്ക് തെറ്റിയതാ. ഞാൻ അവരെ നോക്കിയത് കൊണ്ട് പെടുന്ന പേര് വന്നതാ. ഒന്നും പയ്യണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ വേഗം പോയി പയറ്റേ, ഇല്ലേ മഫാൻ ആൻറ്റിയെ കല്യാണം കഴിച്ചും. ആദി ആദി ഞാനൊന്ന് പറയട്ടെ. പുറത്തേക്ക് ഓടുന്നവളെ നോക്കി അവൻ ബെഡിൽ കിടന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ആദി എത്തേണ്ടവർക്കിടയിൽ എത്തിയിരുന്നു. തൻ്റെ തോളിൽ തട്ടിയ കരസ്പർശം പറഞ്ഞതും റോസിലിനെ എഴുന്നേറ്റു. ഒരിക്കലും ഇത് നടക്കാൻ പാടില്ല. ഇക്കയെ ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. ഇത് തന്നെയല്ലേ ജീവനും തന്നോട് പറഞ്ഞത്? ആമിയെ മറന്നവൻ തന്നെ സ്വീകരിക്കാൻ കഴിയില്ലെന്ന്. അതെ, ഞാനത് മനസ്സിലാക്കിയതുപോലെ ഇക്കയും എന്നെ മനസ്സിലാക്കണം. മാലിക് എനിക്ക് സുഹൃത്താണ്. അതിനേക്കാൾ ഉപരി എൻ്റെ കൂടെപ്പിറപ്പാണ്. അപ്പം ഇക്ക എനിക്ക് അതേ സ്ഥാനത്തല്ലേ? ഞാൻ പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലോ? അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി. എന്നെ തെറ്റിപ്പറയാൻ കഴിയുമോ? ഉമ്മക്കും അനിയനും പ്രിയപ്പെട്ടവള്, അതിനേക്കാൾ ഉപരി നല്ല സ്വഭാവം, കാണാൻ സുന്ദരി, എന്തുകൊണ്ടും എനിക്ക് യോജിച്ചവള്. അങ്ങനെ ഒരുവളെ ഞാൻ പെങ്ങളായി കാണുമോ? ഇക്ക സത്യം, ഇപ്പോൾ തനിക്കൊരു വിവാദത്തിന് സമ്മതിച്ചേ പറ്റൂ. അത് ഞാനായ എന്താ തെറ്റ്? തന്നെ പറ്റി എല്ലാം എനിക്കറിയാം. പിന്നെ എന്താ പ്രശ്നം? എനിക്ക് സമ്മതമല്ല, അത്ര തന്നെ. അങ്ങനെ പറഞ്ഞു ചെയ്യാൻ കഴിയില്ലല്ലോ. എന്തായാലും ഒന്നും കേട്ടണം. എന്നാൽ പിന്നെ എന്നെ തന്നെ ആയിക്കൂടെ? അതിന് കഴിയില്ലെന്ന് പറഞ്ഞില്ലേ? ഇത്രയും നാൾ എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു, അതില്ലാതെ ആക്കരുത്. ഇനി ഈ കാര്യവും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. അവളകത്തേക്ക് പോകാനായി തുടങ്ങിയതും അവൻ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. പക്ഷേ അത് ഇഷ്ടപ്പെടാതെ മാറാൻ തുടങ്ങിയവളുടെ കയ്യിൽ അവൻ കയറി പിടിച്ചു. ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കി. ഇതെല്ലാം ജനലിൽ കൂടി കണ്ട ജീവന്റെ മുഖത്ത് ദേഷ്യം വിരച്ചു കയറി. റോസിലിന്റെ കയ്യിൽ പിടിമുറുക്കിയ കൈകൾ വലിച്ചെറിയാൻ പോലും ഒരു നിമിഷം ജീവനും തോന്നി. കൈയെടുക്ക്. എടുക്കാം, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കണം. കൈ എടുക്കാനാ പറഞ്ഞത്. ശരി, ഞാൻ എടുത്തു. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് ഇവിടുന്ന് പോകാവൂ. സമ്മതാണോ? എന്താ പറയാനുള്ളത്? ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നോട് അധികം വൈകാതെ എല്ലാവരും തന്നെ പറയും. അപ്പം എതിർപ്പ് കാണിക്കാതെ അതിന് സമ്മതം അറിയിക്കണം. അതെൻ്റെ ഇഷ്ടമല്ലേ. എനിക്ക് ഇങ്ങനെ ഒരു റിലേഷനിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതലായി ഒന്നും പറയാനില്ല. ഇങ്ങനെ പറഞ്ഞാൽ എല്ലാം കഴിയുന്നതാണ് വിചാരം. എന്തായാലും എല്ലാവരും ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് തന്നെ കെട്ടിക്കും. ഞാനിതുവരെ എൻ്റെ സമ്മതം അവരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ സമ്മതം അറിയിച്ചാലോ? അപ്പോൾ മുതൽ റോസിന് മനാഫിന് സ്വന്തം. ഇല്ല, അതൊരിക്കലും നടക്കില്ല. ദുഷ്ടനാ നിങ്ങൾ. ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ സ്വാർത്ഥരാണ്. ഇവിടെ ഞാനും അങ്ങനെയാകുന്നു, അത്രമാത്രം. ജീവനോടോ ഡെവിയോടോ തോന്നിയ ഇഷ്ടം എനിക്ക് വിഷയമല്ല. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പം ജീവപുരാണം കൊണ്ട് വന്നാ അവൾ പകപ്പോൾ അവനെ നോക്കി. ഇതുവരെ താൻ കണ്ട ആളല്ല എന്നവന്. ഇപ്പം ഞാൻ പോകുക. പക്ഷേ അവർ ചോദിക്കുമ്പോൾ പറയേണ്ട ഉത്തരം അറിയാലോ. ഇനി നീ സമ്മതം പറഞ്ഞില്ലേലും എല്ലാവരും കൂടി സമ്മതിപ്പിക്കും. അതുകൊണ്ട് കൂടുതൽ ചിന്തിച്ചു കൂട്ടാനും നിൽക്കണ്ട. താൻ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. തൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഞാൻ എല്ലാവരോടും പറയും.
അവര് വിശ്വസിക്കുന്നതാണോ നീ വിചാരിക്കുന്നത്? വിവാഹം മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ആരോപണം. അത്രയേ ഉള്ളൂ നിന്റെ വാക്കിന്റെ വില. എന്തിനു പറയുന്നു? എന്റെ മാലിക പോലും നിന്നെ വിശ്വസിക്കില്ല. അനുഭവിക്കും നിങ്ങൾ. ഞാനാ പറയുന്നത്. അതെ, അനുഭവിക്കും. പക്ഷേ അത് ഞാനും എൻ്റെ മഹറായിട്ട് നീ ഒന്നിച്ചായിരിക്കും. ഇപ്പൊ ഞാൻ പോകുന്നു. നിന്റെ എക്സ് കാമുകന് കഴിക്കാൻ കൊടുക്കാൻ സമയമായി. ചെല്ലട്ടെ. മനാഫ് പോയതും അവളൊരു തളർച്ചയോടെ ആ മരച്ചുവട്ടിൽ ഇരുന്നു പോയി. ഇതുവരെ കണ്ടതും കേട്ടതും ഒന്നും സത്യമായില്ല എന്നൊരു തോന്നല്. മനാഫ് ഒരു സഹോദരനെ പോലെ കണ്ടവൻ ഇന്നവന്റെ യഥാർത്ഥ സ്വഭാവം കൊണ്ട് മുന്നിലേക്ക് വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തൻ്റെ അവസ്ഥയോർത്തവൾക്ക് സ്വയം പുച്ഛം തോന്നി. ജീവന്റെ കണ്ണുകൾ ജനൽപ്പാളികൾ കടന്നവളുടെ അരികിലേക്ക് എത്തി. അവിടെ നടന്നതെല്ലാം അവൻ കണ്ടു. വേദനയോടെ ഇരിക്കുന്നവളെ കാണുമ്പോൾ തൻ്റെ ഉള്ളും പിടക്കുന്നത് അവൻ അറിഞ്ഞു. അതിന്റെ കാരണം അറിയാതെ അവൻ കിടന്നു. മുറിയിലേക്ക് കയറി വന്ന മനാഫ് പുറത്തേക്ക് നോക്കി കിടക്കുന്നവനെയാണ് കാണുന്നത്. നീ ആരെ നോക്കി കിടക്കുവാടാ? ചോദിക്കുന്നതിനോടൊപ്പം അവനും അവിടേക്ക് നോക്കി. റോസിലിനെ കണ്ടതും മനാഫിന്റെ മുഖത്ത് പാവം മാറി. അത് ജീവൻ കാണാതെ അവൻ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. അത് ശരി, ഇവിടെ കിടന്ന് അവളെ വായി നോക്കുവാണല്ലേ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടു, പിന്നെ നോക്കിയപ്പോൾ നിന്നെ കണ്ടില്ല. അത് അവിടേക്ക് നോക്കിയത്. എന്തോ ആയാലും ഇനി ആ നോട്ടം കുറച്ചേക്ക്. അല്ല, ഞാനിത് ആരോടാ പറയുന്നത്? അവളെ എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നതിനോടോ? ഇനിയിപ്പോൾ നിനക്കൊരു പേടി വേണ്ട. അവളെ കിട്ടാൻ ഞാൻ തീരുമാനിച്ചു. ജീവനുള്ളിൽ അലയടിക്കുന്ന വിഷമത്തെ വകവെക്കാതെ മനാഫിനെ നോക്കി. അവള് സമ്മതിച്ചോ? ഇപ്പൊ ചെറിയ സമ്മതക്കുറവുണ്ട്, അതൊക്കെ അങ്ങ് മാറിക്കോളും. പൂർണ്ണ സമ്മതമില്ലാതെയാണ് വിവാഹം നടക്കേണ്ടത്. നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി തീരുമാനം എടുക്കുന്നത്. ഇനി എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല, ഞാൻ ഉറപ്പിച്ചതാ. നീ എന്തിനാ ടെൻഷനാകുന്നത്? അവളെ കൊണ്ട് ഇനി ഒരു ബുദ്ധിമുട്ട് നിനക്കുണ്ടാവില്ല. കെട്ട് കഴിഞ്ഞാൽ നിന്റെ പേര് പോലും അവൾ പറയില്ല. അത് ഞാൻ വാക്ക് തരുന്നു. ജീവൻ അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. നിനക്കെന്താ ഒരു മാറ്റം പോലെ? അത് പിന്നെ പുതിയ ജീവിതമൊക്കെയല്ലേ, കുറച്ച് മാറേണ്ടേ? എന്തായാലും നിന്നോടൊക്കെ നല്ല അസൂയുണ്ട്. അവളുടെ മനസ്സിൽ ഇപ്പോഴും നീ മാത്രമേ ഉള്ളൂ. അതൊന്നും മായ്ച്ചു കളയാൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. സാരല്ല, അതൊക്കെ ശരിയാക്കാൻ നീ. എന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞോ? അത് പറഞ്ഞിട്ട് വേണോ അറിയാൻ? നീ ഇപ്പോഴും മാമിയെ ഓർത്തിരിപ്പാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവളിങ്ങോട്ട് വരാത്തത്. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇത്രയും ദ്രോഹം അമൽ അവളോട് ചെയ്തെങ്കിലും ഇന്നും അവളത് ഉള്ളിലൊതുക്കി നടക്കുക. അതേതായാലും നന്നായി. ഇല്ലായെങ്കിൽ റോസിനെ പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടുമോ?